തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ വളർച്ച പരിശോധിച്ച് CPIM ജില്ലാ നേതൃയോഗം. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം കൂടിയതാണ് പരിശോധിച്ചത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു. മേയറുടെ പെരുമാറ്റം ജില്ലയിൽ LDFന്റെ വോട്ട് കുറച്ചു എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. സലിം മാലിക് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. സലിം, എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് കാരണം? അത് കൃത്യമായി പാർട്ടി പഠിക്കും എന്ന് നേരത്തെ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയാണ്. ഇപ്പോൾ നേതൃയോഗം നടക്കുന്ന ഓരോ ജില്ലയിലും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയൊപ്പം എന്താണ് പൊതുവിലയിരുത്തൽ? CPIMന്റെ ജില്ലാ നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ജില്ലാ നേതൃയോഗങ്ങളിൽ വിവിധ ജില്ലകളിൽ നടന്ന നേതൃയോഗങ്ങളിലൊക്കെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സർക്കാരിനും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായി വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ നിലയിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തിരുവനന്തപുരത്തെ ജില്ലാ നേതൃയോഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയായത് അവിടുത്തെ ബി.ജെ.പിയുടെ വളർച്ചയാണ്. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ വളർച്ച അത് 2 മണ്ഡലങ്ങളിലും കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനമായി ബി.ജെ.പി മുന്നേറ്റം ഉണ്ടാക്കിയ ജില്ല അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ശക്തമായ മത്സരം. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. മാത്രമല്ല 3ാം സ്ഥാനത്തായെങ്കിലും ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്തിന് തൊട്ടരികെ എത്താൻ സാധിച്ചു. ഈ 1ാം സ്ഥാനക്കാരനും 3ാം സ്ഥാനക്കാരനും തമ്മിലുള്ള വ്യത്യാസം പോലും വളരെ ചെറുതായിരുന്നു എന്നുള്ളതാണ് ആറ്റിങ്ങലിലെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ജില്ലയിലാകെ ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചത് കൃത്യമായി പഠിക്കണം എന്നുള്ളതായിരുന്നു ഇന്ന് ഉയർന്ന ഒരു വിലയിരുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ബി.ജെ.പിയുടെ വളർച്ച പരിശോധിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നാളത്തെ ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. അതിനുശേഷമാകും ആ നിലയിൽ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ പ്രധാനപ്പെട്ട വിമർശനം അത് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയായിരുന്നു. ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം പാർട്ടിക്കാകെ ക്ഷീണമാകുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും മോശമായി പെരുമാറുന്നുണ്ട്. പക്വതയില്ലാതെ മേയർ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ മേയറുടെ പെരുമാറ്റം കൊണ്ട് മാത്രം ജില്ലയിൽ LDFന്റെ വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോഴേ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാകെ മേയറുടെ ഒറ്റ പെരുമാറ്റം കൊണ്ട് വലിയ പ്രശ്നമുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലും ഉണ്ടായി. നാളെ ചേരുന്ന ജില്ലാ നേതൃയോഗത്തിൽ ഇത്തരം വിലയിരുത്തലുകൾ പരിശോധിക്കും. പ്രജിൻ, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.